नहीं था मैं जयप्रकाश करदम। जयप्रकाश करदम संघर्षपूर्ण ज़िंदगी जीना एक बात है और ज़िंदगी को संघर्ष के साथ जीने की सलाह देना दूसरी बात है। 1958 में जन्मे दलित साहित्यकार डॉक्टर जयप्रकाश करदम में जीवन को जितने नज़दीक से देखा, परखा और तरह शायर दूसरे के बस की बात नहीं। डॉक्टर जयप्रकाश का समग्र साहित्य उनके संघर्षपूर्ण जीवन और जीवन दृष्टि को स्पष्ट करता है। प्रतिभा और परिश्रम ने उनके व्यक्तित्व को अधिक उज्ज्वलता प्रदान की है। जीवन के खट्टे मीठे अनेक अनुभवों की निचोड़ जब अक्षर देह धारण करता है तो समग्र समाज को दिशा निर्देश देने का दायित्व अपने आप सिद्ध हो जाता है। उनकी प्रमुख रचनाएं तिनका तिनका आग, बस्तियों से बाहर, जिंदा रहने की जिद्द, ये कविता संग्रह है। राहुल गंडकाव्य है, करुणा छप्पर उपन्यास है, तलाश खरोज कहानी संग्रह आदि है। ഇപ്പോൾ ജയപ്രകാശ് കർദമിനെ കുറിച്ചാണ് അദ്ദേഹം അനുഭവങ്ങളുടെ ഒരു വളരെ വലിയ അനുഭവങ്ങൾ കവിതയിലൂടെ നമുക്ക് കാണിച്ചു തന്ന വളരെ നല്ലൊരു കവി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം കവിതകളിലൂടെ പറഞ്ഞു തരുന്നത്. ഗൂംഗാ നഹീം ദ മേം എന്ന ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത് പല സമയത്തും പലതും അനുഭവിച്ചാലും അതെല്ലാം ആലോചിച്ച് തന്നെയാണ് വേണ്ടെന്ന് വയ്ക്കുന്നത്. പറയാൻ തോന്നുന്നത് പോലും പറയാതെയാണ് കഴിച്ചു കൂട്ടിയത്. അതിന് കാരണം പലതാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു ഏറ്റവും മുള്ള് പോലത്തെ കുറേ അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഗൂംഗാ നഹീം ദാ മേം കി ബോൾ നഹീം സക്താ ദാ ജബ് മേരെ സ്കൂൾ के मुझसे कई क्लास छोटे बेढंगे से एक जाट के लड़के ने मुझसे कहा था, अरे ओ मोरिया ज़्यादा बिगड़े मत, कमीज से पैंट में दबा के मत चल। और मैंने चुपचाप अपनी कमीज़ पैंट से बाहर निकाल ली थी। गूंगा नहीं था मैं. ഇപ്പോൾ ഗൂംഗാ നഹീം ദാ മേം, ഞാനൊരു ഊമയായിട്ടൊന്നുമല്ല, പക്ഷേ ബോൾനെ സക്താത, എനിക്ക് പറയാൻ കഴിയില്ലായിരുന്നു. ജബ് മേരെ സ്കൂൾ കെ മുജ്സെ കൈ ക്ലാസ് ചോട്ടെ, എൻ്റെ സ്കൂളിൽ തന്നെ എൻ്റെ ക്ലാസ്സിനൊക്കെ ഒരുപാട് താഴെ ക്ലാസ്സിലുള്ള കുട്ടി ഒരു പ്രത്യേക രൂപത്തിൽ ബേഡങ്കേസ്, ശരിയായ രീതിയിലല്ല, ഒരു കളിയാക്കുന്ന തരത്തിൽ ഏക്ക് ജാട്ടിക്ക് ലടിക്കുക. അദ്ദേഹം ഒരു ജാട്ടിൻ്റെ മകനാണ്, ജാട്ടുകുട്ടിയാണ്, അതിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട കുട്ടിയാണ്. അതുകൊണ്ട് അവൻ ആ ഉയർന്ന ജാതിയിലെ അഹങ്കാരത്തോട് കൂടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ എന്നോട് പറയാം, മുസ്സെ കഹാദാ അരേ ഓ മോരിയ ജാതേ ബിഗടേ മത്, വല്ല കളിക്കേണ്ട മോരിയ എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരത്തിൽ താഴ്ന്ന ജാതിയിലെ ചെറുക്ക എന്നൊക്കെ പറയില്ലേ, അതേപോലെ പറയാം. കമീസ് കോ പെയിൻറ്റ് മേ ദബാക്കി മത്ത് പോ, കമീസ് പാൻറ്റിൽ ഇഞ്ച് ചെയ്ത് നടക്കാൻ പാടില്ല, പുറത്തേക്ക് ഇടണം, ഇഞ്ച് ചെയ്യരുത്.
और मैंने चुपचाप अपनी कमीज़ पैंट से बाहर निकाल ली थी. കേട്ടതും ഞാൻ മിണ്ടാതെ എൻ്റെ കമീസ് പാൻറ്റിൻ്റെ പുറത്തേക്ക് ഇട്ടു. ഗൂങ്ക നഹിന്ദാമേ, എനിക്ക് പറയാനുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞില്ല. ഗൂങ്ക, ഞാൻ ഒരു ഊമയായിരുന്നില്ല, പക്ഷെ ഞാൻ അവിടെ ക്ഷമിച്ചു. ഇന്ന അച്ഛം, ഞാനൊരു കഴിവില്ലാത്തവനല്ല. അപാഹിജ് യാ ജഡുത, ഞാനൊരു വികലാംഗൻ. അപാഹിജോ ജഡോ ഒന്നുമല്ല, ചേതന ഇല്ലാത്ത ബോധമില്ലാത്തവനൊന്നുമല്ല. പക്ഷെ ഞാൻ മിണ്ടിയില്ല. കി പ്രതിവാദ് നഹി കർ സക്ത, എനിക്ക് തിരിച്ച് വാദിക്കാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. ഉസ് ലഡ്കെ ഈസ് അപമാനജനക വ്യവഹാർക്ക, ഇവൻ്റെ ഈ പ്രത്യേക തരത്തിലുള്ള ഈ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം, അപമാനജനക വ്യവഹാർക്ക. ലേക്കിൻ അഗർ മേം ബോൾ ജാത്ത, ഇപ്പം ഞാൻ ഒന്നും മിണ്ടിയിരുന്നില്ല. ഈ പെരുമാറ്റത്തിന് ഞാൻ എതിരെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ എന്ത് സംഭവിക്കും? അഗർ മേം ബോൾ ജാത്ത, ഞാൻ സംസാരിച്ചിരുന്നുവെങ്കിൽ, ജാതീയ അഹങ്ക സിംഹാസൻ ഡോൾ ജാത്ത, ആ ജാതീയ സിംഹാസനത്തിലിരിക്കുന്നവരാകെ ഇളകി മാറിയായിരുന്നു. അവിടുത്തെ ജാതീയ കൽപ്പനകൾ അല്ലെങ്കിൽ ജാതീയ സിംഹാസനത്തിൻ്റെ ഇത് ആടി ഉലയുമായിരുന്നു. ഡോൽ ജാത്ത. सवर्ण छात्रों में जंगल की आग की तरह वह बात फैल जाती कि टेढ़ों के दिमाग चढ़ गया है. मिसल गाड़ी का एक चमार का लड़का काजीपुर के एक जाट के छोरे से अड़ गया है. അപ്പം എങ്ങനെയാ ഞാനിട്ട് സംസാരിച്ച എങ്ങനെയാ അത് വളച്ചൊടിക്കുക, പറച്ചിൽ എങ്ങനെയാവുമായിരുന്നു? ഒരു ജാതീയ അഹങ്ക സിംഹാസൻ ഡോൾ ജാത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ജാതീയമായ അവരുടെ സിംഹാസനം ആടി ഒലയായിരുന്നു. ഇതിങ്ങനെ എതിരെ സംസാരിക്കുക പെരുമാറുക ചെയ്തിരുന്നെങ്കിൽ, സവർണ ഛാത്രോമേ ജംഗൽ കി ആഗ് കി തര, ഒരു കാട്ടുതീ പോലെ ആ സവർണ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ഈ കാര്യം അങ്ങോട്ട് പരക്കും. വഹ് ബാത്ത് ഫൈൽ ജാതി, ആ കാര്യം അങ്ങോട്ട് പരക്കുമായിരുന്നു. ടേഡോക്കെ ദിമാഗ് ചടുക, ഇവരുണ്ടല്ലോ ഈ കൂട്ടരുടെ തലയൊക്കെ വട്ടായിക്കണു. ദിമാഗ് ചടുകയാ ഹെ. മിസൽ ഗാഡി एक चमार का ചമാർ താഴ്ന്ന ജാതിക്കാരാ. അപ്പം താഴ്ന്ന ജാതിക്കാരൻ്റെ ആ കുട്ടിയുണ്ടല്ലോ, ആ പയ്യൻ, അവൻ കാഞ്ചീപുരയിൽ നല്ല ഒരു സവർണൻ്റെ കുട്ടിയോട് ഏറ്റുമുട്ടിയിരിക്കുന്നു. അങ്ങനെ അത് പരക്കുക. മിസൽഗാഡിയിലെ ഒരു ചമാർ കുട്ടി കാഞ്ചീപുരത്തിലെ വലിയ സവർണ സമുദായത്തിലെ ജാട്ട് കുട്ടീനോട് തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നു. അടുകയാ ഹെ, അങ്ങനെ പറയുക. അത് അങ്ങനെ ആക്ഷേപിക്കുക. പിന്നെന്താ ഉണ്ടാവുക? ആപ്പസി मतभेदों को भूलकर तुरंत फुरत स्कूल के आगे संघर्ष सवर्ण छात्र गोल बंद हो जाते. പിന്നെന്താ ഉണ്ടാവുക? അവർ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ എല്ലാം മറന്നിട്ട് ഈ ഒരൊറ്റ കാര്യത്തിനായിട്ട് ഫുരത്ത് പെട്ടെന്ന് തന്നെ സ്കൂളിൻ്റെ ആ മൈതാനത്തിൽ എല്ലാവരും ഒത്തുകൂടും. ഈ സവർണ വിദ്യാർത്ഥികളൊക്കെ ഗോൾബന്ദ് ഹോ ജാത്തെ, എല്ലാവരും വട്ടളഞ്ഞു കൂടും. അവർ ഖേൽ അധ്യാപക മേം ഹോക്കിയോലെ, കളിക്കാനുള്ള കളി പഠിപ്പിക്കുന്ന ഡ്രിൽ മാഷുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്ന് PT ടീച്ചറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഈ പിന്നെ ക്രിക്കറ്റ് ബാറ്റ് അല്ലെങ്കിൽ അധ്യാപക ഹോക്കിയാംസ് ലേക്കർ, ഹോക്കി എന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് ഹോക്കി കളിയുടെ ഉപകരണങ്ങളുണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് എടുത്ത് മാറ്റും. എന്നിട്ട് ദളിത് ഛാത്രോം പർ ഹമല ബോൽ ദേത്തെ, അതും എടുത്തിട്ടാണ് അവരങ്ങനെ ഹോക്കി സ്റ്റിക്ക് എടുത്തിട്ട് വളഞ്ഞടിക്കാനുള്ള പുറപ്പാട്. അവരെല്ലാവരും
സവർണ സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഒത്തുകൂടും. എന്നിട്ട് വട്ടളഞ്ഞിട്ട് ഈ പിന്നെ പി ടി ടീച്ചറുടെ അടുത്തുനിന്ന് ഹോക്കി സ്റ്റിക്കും വാങ്ങിയിട്ട് അങ്ങോട്ട് വരികയാണ്. ദളിത് ഛാത്രോം പർ ഹമല ബോൽ ദേത്തെ. എന്നിട്ട് ഈ ദളിതരായ കുട്ടികളുടെ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട കുട്ടികളെ ഒന്നിച്ച് ആക്രമിക്കാനുള്ള വരലാണ്. പിന്നെന്താ ചെയ്യുക, ഈ ഹല്ലേ മേം ആകെ ബഹളായില്ലേ, ആകെ ഇസ് ഹല്ലേ മേം കൈ ദളിത് ഛാത്രോക്കെ ഹാത്ത് പയർ ടൂട്ടത്തെ. ഈ ആകെ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് വന്ന ആക്രമണമായ കാരണം ഈ താഴ്ന്ന ജാതിക്കാർ ദളിത കുട്ടികൾക്കൊക്കെ കിട്ടും, നല്ല പാട്ടിൽ കിട്ടും. ഛാത്രോക്കെ ഹാത്ത് പയർ ടൂട്ടത്തെ, കാലും കൈയൊക്കെ പൊട്ടും, അടി കൂടിയിട്ട് ആകെ പരിക്ക് പറ്റും. കയ്യൊക്കെ സിർ ഫൂട്ട്, ചിലരുടെ തലയും പൊട്ടും. അങ്ങനെ തമ്മിലടി ഭയങ്കരമാവും. അവർ ഫിർ അപ്പോൾ പിന്നെന്താ, സ്കൂൾ പരിസരക്കെ അന്തർ ഝഗഡ കർണേക്ക് ജുർമ മേം. സ്കൂൾ പരിസരത്തിൻ്റെ ഉള്ളിൽ, സ്കൂൾ ഗ്രൗണ്ടിനുള്ളിൽ ഇപ്പോൾ ദാ ഝഗഡ കർണേക്ക് ജുർമ, ആക്രമണം അഴിച്ചുവിട്ടു. ആ പിഴയ്ക്ക് ഹം ഹി സ്കൂൾ കെ റെസ്റ്റിക്കറ്റ് കർ ദിയേ ജാത്തെ. അപ്പം ഞങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും. അതായത് ഈ ദളിത് കുട്ടികളെ കയ്യും കാലും പൊട്ടിയിട്ട് തലയും പൊട്ടിയിട്ടിരിക്കുന്ന ഈ കുട്ടികളുടെ പേരിൽ എന്താ ചുമത്തുക, സ്കൂൾ പരിസരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു, ആക്രമിച്ചു, തമ്മിൽ തല്ലുകൂടി എന്നുള്ള പേരിൽ അവരെ തന്നെയാണ് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റെസ്റ്റിക്കറ്റ് കർ ദിയേ ജാത്തെ. അവരെ സസ്പെൻഡ് ചെയ്യും, സ്കൂളിൽ നിന്ന് അവരെ പിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടക്കുക. അപ്പോൾ ഇതൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഇവിടെ വരിക എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ദളിത് വർഗത്തിൽ ആ കയ്പ് നീര് മുഴുവൻ കുടിച്ചിരുന്ന അദ്ദേഹം മിണ്ടാതിരുന്നത്. പലപ്പോഴും സാഹചര്യം സംസാരിക്കേണ്ടതായി തോന്നും, പക്ഷേ സംസാരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒന്നും പറയാൻ തോന്നില്ല. അതാണ് പലപ്പോഴും ഉള്ള അനുഭവങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കവിതയുടെ രൂപത്തിൽ.